ഹലോ. ഇന്നത്തെ രാവിലെ എണീറ്റ് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല കിടിലൻ വെതർ. അപ്പം മനസ്സിൽ പോയി ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയാലോ എന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ കോളും വന്ന് നമുക്ക് പുറത്തു പോകാമെന്നും പറഞ്ഞ്. പിന്നെ അതേ ഒന്നും ഞാൻ നോക്കാനായിട്ട് നിന്നില്ല, റെഡിയായി വന്നിങ്ങനെ നിൽപ്പുണ്ടേ. ഇന്ന് വെനസ്ഡേയാണ്. അപ്പം ഞങ്ങളുടെ മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ വെനസ്ഡേ മാർക്കറ്റിലേക്ക് പോകാനായിട്ടാണേ. അങ്ങനെ ദേ ഒരു ജാക്കറ്റൊക്കെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി തണുപ്പാണെങ്കിലോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി എൻ്റെ ഫ്ലാറ്റിലെ മെയിൻ എൻട്രൻസിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫ്രണ്ടിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അവൾ പുറത്തെത്തിയെന്നും പറഞ്ഞ്. അങ്ങനെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം മഹി അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെനസ്ഡേ മാർക്കറ്റിലേക്ക് നടന്ന്. എന്ത് രസമുണ്ടല്ലേ കാണാൻ. ഇതാണ് ഞങ്ങളുടെ വെനസ്ഡേ മാർക്കറ്റ്. ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജിലെ ആൾക്കാരെ നമുക്കിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഉന്മേഷമാണ് അല്ലേ. അവരുടെ പ്രായമോ ഒന്നും അവർ നോക്കുന്നില്ല, അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഷോപ്പ് ഞങ്ങൾ വരുന്നത്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇവിടെ നല്ല കിടിലൻ ക്വാളിറ്റിയിലും അതേപോലെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇവിടുത്തെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും. അതാണ് മെയിൻ റീസൺ ഞങ്ങൾ വെനസ്ഡേ മാർക്കറ്റിലേക്ക് വരാനായിട്ടുള്ള. പിന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും എല്ലാം. നമുക്ക് വേണ്ടതനുസരിച്ച് നമുക്കിവിടുത്തെ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇടാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ക്യൂ. ഈ ക്യൂയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് ഓരോന്നും നമുക്കിങ്ങനെ എടുത്ത് ബാസ്ക്കറ്റിലേക്ക് ഇടാം. എന്ത് രസമുണ്ടല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഫ്രൂട്ട്സ്. ഇനി ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാവേ. ദേ നമ്മുടെ നാട്ടിലെ പപ്പായ, ഇതിനിവിടെ 700 രൂപ കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ വെച്ചു. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ റിവർ ഐലൻഡിലേക്ക് പോകാം. അടുത്ത ഷോപ്പിംഗ് ആണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും മേടിക്കാനായിട്ട് ഒരു പ്ലാനും ഇല്ല. ഗേൾസ് അല്ലേ, ഈ ഡ്രസ്സും ബാഗ്സും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് തന്നെ ഇറങ്ങിയത് മിക്ക ഷോപ്പിലും ഇങ്ങനെ കയറുന്നേ. സോ ഞങ്ങളിങ്ങനെ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് റിവർ ഐലൻഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ ക്ലോത്ത്സിനൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്, നല്ല രസമാണ് കാണാനും. പിന്നെ സമ്മർ വെയർസും ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബീച്ച് വെയർസും. തൊട്ടടുത്ത് ബീച്ച് ഉണ്ടോണ്ടാന്ന് തോന്നുന്നു കുറേ അങ്ങനത്തെ കളക്ഷൻസ് ഇവിടെ കാണാവേ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴതേ ഈ ബ്ലാക്ക് കളർ ഡ്രസ്സ് കണ്ടത്. ഒരു പ്രത്യേകതയില്ലേ, എനിക്ക് തോന്നി ഈ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ. അറിയില്ല. അങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെഷൻ എത്തി, ബാഗുകൾ. റിവർ ഐലൻഡിലെ ബാഗ്സിനോട് എനിക്ക് ഭയങ്കര ക്രേസാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഈ ഗ്രീൻ ബാഗ് കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ കാണാൻ. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് എന്തെന്നറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കണ്ടതൊക്കെ തന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുക. ഇന്നത്തെ ഡേ എന്തായാലും ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മഹിമയുടെ കോളും അതുപോലെ തന്നെ കിടിലൻ വെതറും വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് പറ്റി. അല്ലായിരുന്നെങ്കിൽ മടി പിടിച്ചിരുന്നേനെ. ഈ ഒരു ക്ലിപ്പ് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ബാഗ് മേടിച്ചാലേ ആ ക്ലിപ്പ് കിട്ടു, അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു, മേടിക്കാനായിട്ട് ഇന്നില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി ബൂട്ട്സിലെത്തി. ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തപ്പിയാണേ. നമ്മുടെ ലോറിയൽ പാരിസിൻ്റെ ലേസി സൺഡേ നോക്കാനായിട്ടാണ് പ്ലാൻ. പക്ഷെ അത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും കിട്ടിയില്ല, ഈ തവണയും കിട്ടിയില്ല. ഇനി അവർ ഷെയ്ഡ് നിർത്തലാക്കിയോ എന്തോ ഒന്നും അറിയില്ല. അങ്ങനെ അവിടെയുള്ള ഓരോന്നും ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ നടക്കുക. ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലേ. നമുക്കിഷ്ടപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ നോക്കുക, കണ്ടുപിടിക്കുക, ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് മേടിക്കാനായിട്ടൊരു പ്ലാനും ഇല്ല കേട്ടോ, ഇങ്ങനെ ട്രൈ ചെയ്ത് നടക്കാനേ ഉള്ളൂ പ്ലാൻ. അങ്ങനെ ഓരോന്നും ഞങ്ങളിങ്ങനെ നോക്കി നടക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നിങ്ങൾ കാണുന്നത് വെനസ്ഡേ മാർക്കറ്റ്സിൻ്റെ ഓരോ പാർട്സാണ്. നല്ല രസമല്ലേ. ഞങ്ങൾ ഇതൊക്കെ കണ്ടിങ്ങനെ പതിയെ നടന്നുകൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഡേയിലെ ഷോപ്പിംഗ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ. മഹി ഇന്ന് എൻ്റെ ഫ്ലാറ്റിലേക്ക് വരിക, അവിടെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ളോഗ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.